ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറി, കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ഈത്തപ്പഴം, കുറച്ച് അണ്ടിപ്പരിപ്പ്, അതെല്ലാം കൂടിയിട്ടൊന്ന് മാറ്റിയേക്കാം. അതിന് ശേഷം ഒരു കപ്പ് മൈദപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് 2 പ്രാവശ്യം ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ചെടുത്തിട്ട് വരുമ്പോൾ ലാസ്റ്റ് ഇത് ചെറിയ ചെറിയ തരിതരി പോലെ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ അരിക്കുന്നത്. അപ്പോൾ ആ തരിതരി നമുക്ക് ആവശ്യമില്ല, അത് കളയണം. എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുത്താൽ കേക്ക് ഭയങ്കര സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യം അരിച്ചിട്ട് ഇതിനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കേണ്ട. അതിന് വേണ്ടി ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നാരും ഇതെല്ലാം നല്ലോണം കളയുന്നുണ്ട്. നാരെല്ലാം കളഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കയ്പ്പടിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ നടുക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവും കൂടെ കളയണം. അല്ലെങ്കിൽ കയ്പ്പ് പെട്ടെന്ന് അടിച്ചാൽ പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കുരുവെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. അതേപോലെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് ഇതാണ് ഈ കേക്കിൻ്റെ മെയിൻ പാർട്ട്. അതേപോലെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഞാൻ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ തീയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അല്ലാണ്ട് തന്നെ കാരമലായിട്ട് വന്നോളും. അങ്ങനെ ഇത് കുറച്ച് ചൂടാകുമ്പോൾ തന്നെ ചെറുതായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്, അതേപോലെ അങ്ങ് അലിഞ്ഞു വന്നോളും. എന്നിട്ട് ഇതേപോലെ ഒരു കയ്യില എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് അലിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കറുപ്പ് ആയിക്കഴിഞ്ഞാൽ അത് കയ്പ്പടിക്കും. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് തീ ചെറുതിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്താലും ചെറുതിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാക്കിയിട്ട് കാരമൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അതേപോലെ നല്ലോണം കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് ചൂടുവെള്ളം ഒഴിക്കുന്നവർക്ക് ചൂടുവെള്ളം ഒഴിക്കുക. ഞാൻ പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തു. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിക്കും. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല, അത് ശരിയായിക്കോളും. അങ്ങനെ അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഞാനതെല്ലാം അലിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മാറി വയ്ക്കണം, പെട്ടെന്ന് അത് പൊട്ടി പൊട്ടി തെറിക്കും മേത്തേക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ആ ചെറിയ തീയിൽ തന്നെ ഇളക്കിയിട്ട് കുറച്ച് വെന്ത പോലെ ആക്കിയിട്ട് എടുക്കാം. എന്താ പറഞ്ഞാൽ ഒരാൾ വൈനിലും മറ്റേയിലെല്ലാം ഇത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കുക. ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല, അതേപോലെ നല്ല രുചിയായിട്ട് തന്നെ കിട്ടിക്കോളും. അങ്ങനെ 2-3 പ്രാവശ്യം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇത് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കുക. അല്ലെങ്കിൽ ഭയങ്കര കട്ട പിടിച്ചാൽ പിന്നെ നമുക്കിത് ഇളക്കാൻ പറ്റിയില്ല കേക്കിൻ്റെ ബാറ്ററിലിട്ടിട്ട്. അതിനുശേഷം പിന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് 6 കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു 5 ഗ്രാമ്പു, 2 കറുവപ്പട്ടൻ്റെ ചെറിയ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം 2 മുട്ടയും, എന്നിട്ട് ഈ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് കൊടുക്കുക. ഉണങ്ങിയ ജാറിന് എടുക്കണം, വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂണ് മറ്റേ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കത് നല്ലോണം അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ടായ പഞ്ചസാരയില്ലേ, ഗ്രാമ്പും പട്ടയെല്ലാം ഇട്ടിട്ട് ആ പഞ്ചസാരനെ അതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. പിന്നെ ഇത് കുറേ നേരം അടിച്ചതിന് ചൂടാക്കണ്ട, അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പഞ്ചാര പൊടി ആയതുകൊണ്ട് അത് പെട്ടെന്ന് അരഞ്ഞോളും. അങ്ങനെ അത് അരച്ചെടുത്തിട്ട് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ പൊടി ഉണ്ടല്ലോ, മൈദപ്പൊടിൻ്റെ ഇത് മിക്സ്, അതിന് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുത്തി മറിക്കാണ്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഞാനിതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മറ്റേ ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത് മിക്സാക്കി കൊടുത്തതിന് ശേഷം മറ്റേ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് മറ്റേ കാരമൽ ചെയ്ത പഞ്ചസാരയിലേക്ക് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി ഇതുപോലെ ഉണ്ടാവും നല്ല കുഴഞ്ഞ രൂപത്തിൽ. അങ്ങനെ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ അതെല്ലാം ആ കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് അത് ഞാൻ അല്ലാണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിന്, ബന്ധിട്ടാകുമ്പോൾ അതിൻ്റെ രുചി മാറണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ആവശ്യമുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച്
സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം ചുറ്റും തേച്ച് കൊടുക്കും. ഞാൻ മറ്റേ ബട്ടർ പേപ്പർ വെക്കലില്ല, വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ കേക്ക് മിക്സും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ബബിൾസ് ഒന്ന് പൊട്ടും പോലെ ആക്കുക. എന്നിട്ട് അതിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് കുറച്ച് അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിന്. അണ്ടിപ്പരിപ്പ് മാത്രമല്ല, ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിന് എല്ലാത്തിനും. അങ്ങനെ ഇതെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ചെറീസ് ഇതെല്ലാം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ എല്ലാവരും ഇടണമെന്നില്ല, ഇടുന്നവർക്കിടാം. ഒന്നും കൂടെ ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ വെളുത്ത എള്ളും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓവനോ മറ്റേ ഇത് അങ്ങനത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷനൊന്നും അടിക്കണ്ട. നമുക്ക് പാത്രത്തിലും കുക്കറിലും എല്ലാത്തിലും ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാത്രം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടാക്കി വെച്ച പാത്രത്തിൻ്റെ നടുക്ക് നമുക്കൊരു മറ്റേ വട്ടം ഉണ്ടല്ലോ എല്ലാം ഇറക്കി വെക്കുന്നത്, ആ വട്ടം വെച്ചിട്ടാണ് ഇത് അതിലേക്കൊന്ന് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടതുകൊണ്ട് ഇത് കുറച്ച് ഉള്ളു വേകാൻ സമയമെടുക്കും. അപ്പോൾ ഒരു 40-45 മിനിറ്റ് വരെ ഈ കേക്ക് ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ടായിട്ട് ഒരു 40-45 മിനിറ്റോളം നമുക്കിത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ കേക്കിൻ്റെ ഈ ബാറ്ററിനെ ഈ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അതേപോലെ ആ പാത്രത്തിനുള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ച് കൊടുത്തിട്ടായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കുക്കറിലുള്ളവർ കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടി കട്ടിയുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അതേപോലെ ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നു, അതിനിടയിൽ തുറന്നു നോക്കിയിന് അപ്പോൾ ആയിട്ടുണ്ടായിട്ട. അങ്ങനെ 45 മിനിറ്റ് എടുത്തിന് ഇത് ഫുള്ളായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയാൽ മതി. അങ്ങനെ ഞാൻ ഒന്ന് കുത്തി നോക്കിയിട്ടാകുമ്പോൾ അത് നല്ലോണം ഉള്ളു വന്നിട്ടുണ്ടായിന്. ഉള്ളു വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് 15 മിനിറ്റ് അതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് മാറ്റിയെടുക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ മാറ്റിയിട്ട് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ കേക്ക് ഇത് നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടിയ കേക്കാണ്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതിനേക്കാളും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഒന്ന് മുറിച്ചിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് നല്ലോണം തണുത്തതിന് ശേഷം ഒന്ന് മുറിച്ചതിന് ഇതൊന്ന് കുറച്ച് തണുപ്പിച്ചിട്ടും കൂടെ തിന്നാനാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതൊന്ന് മുറിച്ചിട്ട് നോക്കി നോക്കും. നല്ല സോഫ്റ്റ് ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയി കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.